പ്രിയമുള്ള കൂട്ടുകാരെ, 10ാം തരം അടിസ്ഥാന പാഠാവലി 1ാമത്തെ യൂണിറ്റാണ് അരങ്ങും പൊരുളും എന്നത്. ഈ യൂണിറ്റിലൂടെ കലാവിഷ്കാരങ്ങൾ വൈയക്തികവും സാമൂഹികവുമായി എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്ന് വിശകലനം ചെയ്യുന്ന 3 പാഠഭാഗങ്ങളാണ്. പ്രശസ്ത കഥാകാരി ഷാഹിന ഇക്കയുടെ ചിത്രകാരി എന്ന കഥ, KT മുഹമ്മദിൻ്റെ ഇത് ഭൂമിയാണ് എന്ന നാടകത്തിലെ കൽബിൻ്റെ നിലാവെന്ന ഗാനം, ഡോക്ടർ വയലാർ വാസുദേവൻപിള്ളയുടെ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകം എന്നിവയാണവ. പ്രവേശക പ്രവർത്തനമായി കൊടുത്തിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രശസ്തമായ ഒരു അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിലേക്ക് വരുന്നതിന് മുമ്പ് രവീന്ദ്രനാഥ ടാഗോർ ആരാണെന്ന് കൂട്ടുകാർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ? ഇന്ത്യക്ക് ആദ്യമായി നോബൽ സമ്മാനം നേടിക്കൊടുത്ത മഹാകവിയാണ്. മാത്രമല്ല, നമ്മുടെ ദേശീയ ഗാനം രചിച്ച അതുല്യ പ്രതിഭ, അതോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ ചൂടും ഉന്മേഷവും നൽകാൻ പ്രയത്നിച്ച മഹാവ്യക്തി. അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്ന ഭാവഗീത സമാഹാരം 1910 പ്രസിദ്ധീകരിച്ചത്. 1913 ആ കാവ്യകൃതിക്ക് നോബൽ സമ്മാനം ലഭിച്ചു എന്നതും നമുക്കറിയാവുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ശാന്തി നികേതൻ എന്നറിയപ്പെടുന്ന സംഗീതവും നൃത്തവും ചിത്രകലയും സാഹിത്യവും ഇതര കലകളൊക്കെ പഠിപ്പിച്ചിരുന്ന വിശ്വഭാരതി എന്ന സർവകലാശാലയാണ്. ഈ സർവകലാശാലയിൽ ഗുരുകുല വിദ്യാഭ്യാസ രീതിയാണ് അദ്ദേഹം പിന്തുടർന്നിരുന്നത്. നമുക്കറിയാം, 1941 ആഗസ്റ്റ് 7 ആ വിശ്വ മഹാകവി നമ്മെ വിട്ടുപോയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവേശകമായി കൊടുത്തിരിക്കുന്ന കലയെക്കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് നോക്കാം. കല ആനന്ദമാണ്, ആ ആനന്ദം പ്രകാശം പോലെ സർവ്വവ്യാപിയുമാണ് എന്നാണ് ടാഗോർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കലയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇതിൻ്റെ പ്രവേശകം നമുക്ക് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറയുന്നത് കല ആനന്ദമാണെന്നാണ്. ആ ആനന്ദം പ്രകാശം പോലെ സർവ്വവ്യാപി എന്ന് പറയുന്നത്. കലയും ശാസ്ത്രവും ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല അല്ലേ? കലയില്ലെങ്കിൽ നമ്മുടെ ജീവിതം എത്ര വിരസമായിരിക്കും. നമ്മൾ പാട്ട് പാടുന്നു, സിനിമ കാണുന്നു, ചിത്രങ്ങൾ ആസ്വദിക്കുന്നു, നാടകം കാണുന്നു, ശില്പങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെ നിർമ്മിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് മനുഷ്യ സമൂഹം. വിദ്യാഭ്യാസം ഒരു കലയാണ് അല്ലേ? അതും ഒരു കലയാണ്. അത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. കല വികാരത്തിൻ്റെയും ശാസ്ത്രം വിചാരത്തിൻ്റെയും ഭാഷയിൽ പ്രതികരിക്കുന്നു എന്നാണ് പറയുന്നത്. കല ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആനന്ദം നൽകുന്നു എന്നുള്ളതാണ്. മനുഷ്യന് അവൻ്റെ സർവ്വ ദുഃഖങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ കലാസ്വാദനം കൊണ്ട് കഴിയുന്നു. അതുകൊണ്ടാണ് നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിക്കുകയും അതിൽ ആഹ്ലാദം കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നത്. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അനായാസത്തിന് വേണ്ടിയിട്ടാണ് പാട്ട് പാടിയിരുന്നത്. നാടൻ പാട്ടുകളൊക്കെ, വഞ്ചിപ്പാട്ടുകളൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. അത് പണ്ട് കാലം മുതലേ ഉണ്ട്. നമുക്ക് ഗുഹാമനുഷ്യർ വരെ കല അവരുടെ ചുമർഭിത്തികളൊക്കെ കൊത്തിവെച്ചിരുന്നു. എടക്കൽ ഗുഹയൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ ഈ കലയ്ക്ക് അത് സർവ്വവ്യാപിയുമാണ്. ഇതുപോലെ പ്രകാശം പോലെ സർവ്വവ്യാപിയുമാണ്. പ്രകാശം എന്ന് പറയുമ്പോൾ ഇരുട്ടിനെ അകറ്റുന്നതാണ് പ്രകാശം. അതുപോലെ തന്നെ കലയും നമ്മുടെ ഇരുട്ടിനെ, ദുഃഖത്തെ അകറ്റുന്നു എന്നുള്ളതാണ്. സർവ്വവ്യാപിയാണ് കല എന്ന് പറയുന്നത്. കലയ്ക്ക് അതിർവരമ്പുകളില്ല, കലയ്ക്ക് ഭാഷയില്ല, അതിർവരമ്പുകളില്ല എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഒരു കവിത നമ്മൾ എഴുതിയാൽ അത് ലോകത്തിലെ എല്ലാവർക്കും ആസ്വദിക്കാൻ സാധിക്കുന്നു, അതിൻ്റെ അർത്ഥതലങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നു. ഒരു ശില്പം നമ്മൾ കാണുമ്പോൾ ആ ശില്പത്തിന് ഭാഷയില്ല, അതിൻ്റെ ആ സൗന്ദര്യമാണ് നമ്മൾ ആസ്വദിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ആനന്ദമാണ്, അതുപോലെ തന്നെ പ്രകാശം പോലെ സർവ്വവ്യാപിയുമാണ്. അപ്പോൾ ജാതിയുടെ മതത്തിൻ്റെയോ പേര് ഈ കലയ്ക്കില്ല എന്നുള്ളതാണ്. ഏത് മനുഷ്യനായാലും ആ മനോഹരമായ കലയാണെങ്കിൽ ആ കലയെ നമ്മൾ ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, കല നമുക്ക് പ്രചോദനാത്മകമാകുന്നു.
അതുകൊണ്ട് തന്നെ നേരത്തെ സർവ്വവ്യാപി എന്ന് പറഞ്ഞ പോലെ തന്നെ ലോകത്ത് എവിടെയുള്ള മനുഷ്യരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷമായതൊക്കെ കവിതയായിട്ട് നാടകമായിട്ട് അല്ലെങ്കിൽ സിനിമയായിട്ടൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട്. NV കൃഷ്ണവാര്യരുടെ ആഫ്രിക്ക എന്ന കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ, എവിടെ മർദ്ദനം എവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു എന്ന് പറയുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരെന്ന് കൊള്ളുന്ന അടി അത് തൻ്റെ ദേഹത്താണ് കൊള്ളുന്നത്. അദ്ദേഹം കവിതയിലൂടെ പറയുമ്പോൾ ആ കവിതയുടെ ശക്തി അല്ലെങ്കിൽ സർവ്വ വ്യാപനമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഈ അവസരത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് റാപ്പ് സംഗീത ഗായകനായിട്ടുള്ള വേടൻ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ റാപ്പ് സംഗീതമാണ് എന്ന കലയാണ് അതിന് കാരണം. റാപ്പ് സംഗീതത്തിലൂടെ അദ്ദേഹം എന്താണ് പറയുന്നത്, അടിച്ചമർത്തപ്പെടുന്നവൻ്റെ അല്ലെങ്കിൽ അരികിൽ ചേർക്കപ്പെടുന്നവരുടെ അല്ലെങ്കിൽ അധസ്ഥിതി വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമാണ് അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് നിരവധി ആരാധകരിലെ, അത് കുട്ടികളായാലും യുവാക്കളായാലും അല്ലെങ്കിൽ വൃദ്ധരായാലും എല്ലാ ജനസമൂഹവും അദ്ദേഹത്തിൻ്റെ റാപ്പ് സംഗീതത്തെ ആസ്വദിക്കുന്നുണ്ട്. അത് കലയുടെ ഒരു ശക്തിയാണ്, സൗന്ദര്യമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ യൂണിറ്റിൻ്റെ പ്രവേശകം രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കലയെക്കുറിച്ചുള്ള അഭിപ്രായം നമ്മൾ ഇവിടെ വിശകലനം ചെയ്തിരിക്കുകയാണ്. അടുത്ത ഒരു അധ്യായം എന്ന് പറയുന്നത് ഷാഹിന ഇക്കയുടെ ഒരു കഥയാണ്, മനോഹരമായ ചിത്രകാരി എന്ന കഥയാണ്. ആ കഥയെക്കുറിച്ചുള്ള വിശകലനം അടുത്ത വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നതാണ്. കൂട്ടുകാരത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.